എൻ്റെ പ്രണയമാണ് ഏറ്റവും വലുത്. എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും അവരവരുടെ രീതിയിൽ. പക്ഷെ ഞാൻ കുറച്ചധികം സെൻസിറ്റീവ് ആയതുകൊണ്ട് അതെന്നെ കുറച്ചധികം ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊന്നും മെഷർ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ പെയിനൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാനോ മെഷർ ചെയ്യാനോ പറ്റില്ല. ഞാൻ അതിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടേ ഇല്ലാന്ന് തോന്നുന്നു. തിരിഞ്ഞു പോയി പകരം ചെയ്യാൻ പറ്റും, പ്രതികാരം ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറയും. ഒന്നും പറയാനില്ല, നന്നായി എല്ലാവരും പെരുമാറി കിട്ടിയ സമയം. സൈക്കിക്സ് എന്ന് പറയുന്നത് തന്നെ ഫേക്ക് കോൺസെപ്റ്റ് ആണ്. ഇല്ലാത്തൊരു സബ്ജക്ട് നിങ്ങൾ എന്താ പഠിക്കുക, അതില്ലാന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാമെന്നോ? ഉച്ചബോഡി ഞാനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ അതിനെതിരെ വളരെ വ്യക്തമായിട്ടും സ്ട്രിക്റ്റ് ആയിട്ടും സംസാരിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമായിരിക്കും. അത് താന്ത്രിക് വിധി പ്രകാരം തയ്യാറാക്കുന്ന ഒരു തുകൽ, അത് അതിന് വരെ തന്നെ കണക്കുണ്ട്. അപ്പൊ നിങ്ങളെ വിശ്വാസം നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത് തരാണ്. വെൽക്കം ടു മൈ ടോക്ക്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഓഥർ, ഇൻഫ്ലുവൻസർ, മോട്ടിവേഷണൽ സ്പീക്കർ, മോർ ഓവർ മൈൻഡ് ബ്ലോയിങ് മെന്റലിസ്റ്റ് പെർഫോമർ ആദർശ് ആദി. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം മെന്റലിസ്റ്റ് ആദി. വെൽക്കം ടു അവർ ഷോ സർ. വെൽക്കം. ഹലോ. നോർമലി മെന്റലിസ്റ്റ് ആദി എന്ന് പറയുമ്പം ഇന്റർവ്യൂവിൽ എല്ലാവർക്കും ഒരു അടുത്തിരിക്കാൻ ഒരു ഭയം, ഞങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ആണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ എനിക്ക് തോന്നാറുള്ളത്, സത്യം പറഞ്ഞാൽ MDയുടെ മഞ്ഞ് വായിക്കുന്ന ഒരു ഫീലാണ്. അതങ്ങനെ പതിയെ ഒഴുകുന്ന ഒരു പുഴ പോലെയാണ്. ഞാൻ ഒരു ലൈബ്രറി ഓഫ് ഹാപ്പിനെസ്സിൻ്റെ ഒരു കണ്ടിന്യൂസ് ശ്രോതാവാണ്. അപ്പം എനിക്കത് നൽകിയ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കര വലുതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നുന്നത് എൻ്റെ ഒരു ബ്രദറിൻ്റെ അടുത്തിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ സാറിൻ്റെ യാത്രയെക്കുറിച്ച് പറയുവാണെങ്കിൽ, ലൈഫിൽ ഒരു സ്ട്രഗിൾ ഉണ്ടായി, അതിൽ നിന്ന് റിക്കവർ ആയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് ഇങ്ങനെ പടുത്തുയർത്തു വന്നത്. ആ ഒരു സ്ട്രഗിളിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോയി എന്ന് പറയുന്നു, അതിനെക്കുറിച്ച്. ഡിപ്രഷൻ അത് എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും അവരവരുടെ രീതിയിൽ. പക്ഷെ ഞാൻ കുറച്ചധികം സെൻസിറ്റീവ് ആയതുകൊണ്ട് അതെന്നെ കുറച്ചധികം ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്തരം കാര്യങ്ങൾ ഓരോരുത്തർക്കും അവരവർ തന്നെയാണ് ഹീറോ എന്ന് പറയുന്നതുകൊണ്ട് ഓരോരുത്തരും മെഷർ ചെയ്യുമ്പോൾ എൻ്റെ വിഷമാണ് ഏറ്റവും വിഷമം അങ്ങനെയൊക്കെ പറയുന്നിട്ടുണ്ട്. എൻ്റെ പ്രണയമാണ് ഏറ്റവും വലുതെന്ന് പറയുന്ന പോലെ അതൊന്നും മെഷർ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ പെയിനൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാനോ മെഷർ ചെയ്യാനോ പറ്റില്ല. എല്ലാം ഇൻഡിവിജ്വൽ തന്നെയാണ്. എനിക്ക് പോയിന്റിനെ കുറിച്ച് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഒരു പെയിൻ അത് കഴിഞ്ഞു വരുന്ന ഒരു സ്റ്റേജും ആ ഒരു പെയിനും. അത് അനുഭവത്തിന് പറഞ്ഞതാണ്. അതിപ്പോ ഇത്ര വലിയ ശ്രദ്ധിക്കപ്പെടുന്നു അങ്ങനെ വൈറലാവെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതല്ല. ഇനീഷ്യൽ ലൈബ്രറി ഓഫ് ഹാപ്പിനെസ് പുസ്തകത്തിൽ അത് മെൻഷൻ ചെയ്തിട്ടില്ല, ആ പോയിന്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായില്ല. അത് ഹാപ്പിനെസ് ആ പ്രൊജക്റ്റിൽ ഇങ്ങനെ തന്നെ ചോദിച്ചപ്പോ പെട്ടെന്ന് അത് പിന്നെ തോന്നി അത് കുറെ കൂടി മനോഹരമായിട്ട് പറഞ്ഞു വെക്കായിരുന്നു തോന്നി. റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? പലരും അങ്ങനെ പറഞ്ഞത്. ആ ഒരു സ്റ്റേജ് ഉണ്ട് ആക്ച്വലി. കാരണം നമ്മൾ ആ ഒരു പിന്തുടർന്ന് ആ ഒരു അത് ആൾക്കാർക്ക് നമ്മൾ ആ ചില കാര്യങ്ങൾ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതേപോലെ ഞാൻ അതിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടേ ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ പറയുന്നതായിരിക്കും കുറെ കൂടെ എളുപ്പം. കാരണം അത് ഒരു കൂടുതൽ പിന്നീട് ഒരു സമയത്ത് കുറെ സമയം അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെയാണ്. അതിന്റെ ദൈർഘ്യം കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് നമുക്കിപ്പം ഹിസ്റ്ററിനെ പറ്റി പറയുമ്പോൾ പറയാറുണ്ട്, നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞു പോയി പകരം ചെയ്യാൻ പറ്റും, പ്രതികാരം ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറയും ഹിസ്റ്ററിന്. അതുപോലെ ആ പാസ്റ്റിലോട്ട് പോയി അത് ഡെൽ ചെയ്തുകൊണ്ടിരുന്നോണ്ട് ആർക്കും നല്ലതൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുമ്പോൾ പിന്നെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിനോട് റിലേറ്റ് ചെയ്തല്ലെങ്കിലും ആ അനുഭവത്തോട് റിലേറ്റ് ചെയ്തല്ലെങ്കിലും കൂടുതൽ പ്ലസന്റ് ആയിട്ടുള്ള ഹാപ്പിനെസ് ഉള്ള അല്ലെങ്കിൽ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഹാപ്പിനെസ് അതൊക്കെ അങ്ങനെയാണ് ഉണ്ടായത്. ഇതൊക്കെ യാത്ര ചെയ്യുന്നതാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ ഒരു ബാലൻസ് ഉണ്ടാവുമല്ലോ എപ്പോഴും. റീസെന്റ് ഒരു സൈക്കോളജിസ്റ്റ്, ഒരു അമേരിക്കൻ ഒരു നോട്ട് വായിച്ചിരുന്ന, ഒരു കലങ്ങിയ വെള്ളമാണ് ഗ്ലാസ്സിൽ. അപ്പം നമ്മൾ മറ്റേ ഹാഫ് എംറ്റി ഹാഫ് ഫുള്ളൊക്കെ പണ്ടേ പറയുന്നതാണ്. ഇതങ്ങനെയല്ല. ഒരു കലങ്ങിയ വെള്ളം, ഒരു കുറച്ച് വെള്ളത്തിന് മറ്റേ വിറകുകൊള്ളിയുടെ അങ്ങനെയൊക്കെ ഇതുണ്ട്. അങ്ങനെ കാണാറില്ലേ വെള്ളത്തിൽ പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു നല്ല ക്രിസ്റ്റൽ ക്ലിയറുള്ള വാട്ടർ അതിലേക്ക് ഒഴിക്കുക. ഡെഫിനറ്റ്ലി അത് ഇമ്മീഡിയറ്റ്ലി തെളിയുന്നില്ല. പക്ഷെ ഓവർ ദ പീരീഡ് കോമ്പൗണ്ടിങ് എഫക്റ്റ് ആയിട്ട് അതൊക്കെ പുറത്തു പോയേ പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ നല്ല അല്ലെങ്കിൽ പ്ലസന്റ് ആയിട്ടുള്ള മെമ്മറി നമ്മൾ അതിൽ ഡ്വെൽ ചെയ്തിട്ട് കൂടുതൽ സങ്കടമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും ഇത് നമുക്ക് മായ്ക്കാനൊന്നും പറ്റില്ല. ഓർമ്മകൾ അങ്ങനെ മറന്നു പോകാനും പറ്റില്ലേ, ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നല്ലത് കുറച്ച് ഉണ്ടാക്കുമ്പം ഈ ബാലൻസ് ഉണ്ടല്ലോ, ഈ സന്തുലനം അത് കുറച്ച് കയറി പോകാൻ തുടങ്ങും. അതൊരു ചോയ്സ് ആണ് ശരിക്കും. ഹാപ്പിനെസ് ഇസ് എ ചോയ്സ് എന്ന് പറയാം. ഹാപ്പിനെസ് ബൈ പ്രൊഡക്റ്റ് കൂടിയാണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ.
അങ്ങനെ കവർ ചെയ്തു എന്നേ പറയുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു അത് മാറ്റാൻ, ബേസിക് നേച്ചർ മാറ്റാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അത് അങ്ങനെ ഉള്ളിലുള്ളത് കൊണ്ട് ഭയങ്കര ഫ്രജൈലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കൂടെയുള്ളവർക്കും അറിയാം. അത് അവരത് കരുതലോടെ ഇങ്ങനെ പൊത്തി കൊണ്ടു നടക്കും. അല്ലാത്ത ഇടങ്ങളിൽ വീണുപോകും. പക്ഷെ ഒരു കണക്കിന് നല്ലതാണ്. കാരണം ആ പണ്ട് ഉണ്ടായിരുന്ന എൻ്റെ നേച്ചർ എനിക്ക് കുറെ കൂടി ഇഷ്ടമാണ്. ഭയങ്കര ലൈറ്റ് ആൻഡ് കാമാണ്, കുറെ കമ്പാഷൻ കൂടുതലുള്ളതാണ്. ഇപ്പുറത്ത് നമ്മള് ഈ മീഡിയം അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് പിന്നീട് ബിൽഡ് ചെയ്ത് വന്നതാണ്. അതും അതിനു മുമ്പ് ഒരു നാട്ടിൻപുറത്തൊരു ഒരു കുട്ടിയാണ്. അപ്പം ഇതിൽ സ്വാഭാവികമായിട്ടും കുറച്ചൊരു ഈഗോയും അറഗൻസ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അത് നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ഹൈഡ് ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെ കുറേ കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നുണ്ട്. മറ്റേ ഫ്രജൈലാവുന്ന സെൻസിറ്റീവ് ആവുന്ന മൊമെന്റിൽ ഞാൻ അതിലേക്കാണ് പോകുന്നത്. അത് ഭയങ്കര പേടിക്കേണ്ട ആളാണ്. അത് പെട്ടെന്ന് വേദനിക്കുന്ന ഒരു മുറിയുന്ന ഒരു സാഹിത്യം കൂടുന്നുണ്ടാവില്ല. നിങ്ങൾ മഞ്ഞൊക്കെ ഇഷ്ടമാണ് സാഹിത്യം. ഞാനിത് മനുഷ്യന്മാർ കേൾക്കുന്നവർക്ക് മനസ്സിലാവാത്ത ഫിലോസഫി പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എളുപ്പത്തിൽ പറയാൻ നോക്കുന്നതാണ്. ഇങ്ങനെ ആരും ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇതുപോലെ എനിക്ക് ആൻസർ ഫ്രെയിം ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് കുറച്ച് തപ്പുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് ഫ്രെയിം ചെയ്ത് പറയായിരുന്നു. ഓക്കെ. പിന്നെ വായനയുടെ ഒരു രീതി എങ്ങനെയാണ്? എപ്പോഴാണ് ഈ വായന തുടങ്ങിയത്? ഞാൻ കുറച്ചുകൂടി ഇന്റലക്ച്വൽ ആണല്ലോ സംസാരവും. ആ ഹാപ്പിനെസ്സും ഹേറ്റേഴ്സും പലതരം മനുഷ്യന്റെ ഇമോഷൻസിലൂടെ ആണല്ലോ അധികവും വീഡിയോസ് വരുന്നത്. ആ ഒരു ഇമോഷൻസ് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാന്നുള്ളതിന് ഭയങ്കര പ്രയത്നം ആവശ്യമാണ്. ഇമോഷൻസ് അതിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് കേൾക്കുന്നവർക്ക് കിടന്നുറങ്ങുമ്പോൾ അത് കേട്ടിട്ടെന്ന് ഉറങ്ങിയ ഒരു സുഖം തന്നെയാണ് കേട്ടോ. വളരെ സന്തോഷം. അത് നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മളതിൽ സാഹിത്യം ഉൾപ്പെടുത്തണമെന്നോ ഇന്റലക്ച്വലായി അങ്ങനെ ഒന്നും ആലോചിക്കുന്നേ ഇല്ല. വാക്കുകളെ വേദനിപ്പിക്കാതെ സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഇഷ്ടമാണ്. പിന്നെ അതില് ആദ്യത്തെ ചോദ്യത്തിന് അവസാനത്തുമ്പോഴത്തേക്ക് മാറിപ്പോയി തോന്നുന്നു. ഞാൻ ഏതിനാ ആൻസർ പറയേണ്ടത്? വായനയെ തുടങ്ങിക്കോളൂ. അത് പിന്നെ ഞാൻ മുമ്പൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഓർമ്മകൾ നമുക്ക് ചിന്തകൾക്ക് വാക്കുകളുമായിട്ട് ബന്ധം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഭാഷയായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുമ്പോൾ മാത്രമാണ് ഒരു ഓർമ്മ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയും. അത് എവിടെയോ പറഞ്ഞു. പക്ഷെ അതിനിങ്ങനെ സോഷ്യൽ മീഡിയ അതാണ് ഞാനിപ്പോൾ മെഷർ ചെയ്യുന്നത്. ഇതും അങ്ങനെ ഒരു സ്പേസിലോട്ടാണല്ലോ ഇതും പോകേണ്ടത് ഈ വീഡിയോ. അപ്പോൾ കുറേ പേർ പറഞ്ഞു അതെന്താണ് അങ്ങനെ പറയുന്നത്, ശരിയല്ല ആണോ? അവിടെ ഒരു ഡിബേറ്റിൻ്റെ ആവശ്യമില്ല. ശരിക്കും ആലോചിച്ചാൽ മതി. നമ്മുടെ ചിന്തകൾക്ക് വാക്കുകളുമായിട്ട് അല്ലെങ്കിൽ അക്ഷരങ്ങളുമായിട്ട് ഏതെങ്കിലും അത് അന്യഭാഷ ആയിക്കോട്ടെ വേണ്ട അതിനോട് ബന്ധപ്പെടുത്താതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു ഓർമ്മ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മകൾ, ആദ്യത്തെ ഓർമ്മകളൊക്കെ അക്ഷരങ്ങളായിട്ട് റിലേറ്റ് ചെയ്താണ്. അവിടെയെല്ലാം ഞാൻ ഭയങ്കര ജിജ്ഞാസയുള്ളൊരു കുട്ടിയായിട്ടാണ് എനിക്ക് ഓർമ്മയുള്ളത്. പിന്നെ എൻ്റെ ഇളയമ്മയും അമ്മമാരൊക്കെ അമ്മയൊക്കെ പറഞ്ഞ കഥ വേണമെങ്കിൽ ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെയായിരുന്നു ഒക്കെ എനിക്ക് പറയാം. പക്ഷെ അതല്ലാത്ത എല്ലാ ഓർമ്മകളും അക്ഷരങ്ങൾ റിലേറ്റ് ചെയ്തിട്ടാണ്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ നാട്ടില് ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പത്രമുണ്ട്. അത് സായാഹ്ന പത്രമാണ്. അപ്പൊ ഈ ഭാഷ ഇതിങ്ങനെ ടാന്ന് എഴുതുമ്പോ റാന്റെ താഴെ അങ്ങനെയല്ലേ എഴുതുക, അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ എഴുതും, റാന്ന് എഴുതും. അപ്പൊ ലിറ്റ. അപ്പൊ ആ വാക്ക് എനിക്കറിയില്ല. അപ്പൊ എന്റെ ഓർമ്മ എന്ന് വെച്ചാല് ഇളയമ്മ എവിടെയോ പോവാന്ന് എന്നെ കൂട്ടാതെ. എൻ്റെ അമ്മയുടെ അച്ഛനും കൂടെ എല്ലാം ചെറുപ്പത്തിൽ വളർന്നത്. അപ്പൊ ഇളയമ്മ എന്നെ കൂട്ടാതെ എവിടെയെങ്കിലും പോകുന്ന പറഞ്ഞാൽ എനിക്കത് ഭയങ്കര പ്രാക്ടിക്കലി പറ്റാത്ത കാര്യമായിരിക്കും. അമ്മയുടെ അനിയത്തി അല്ല, അമ്മമാര് എല്ലാം ഉള്ള അമ്മയുടെ തറവാടിന്. അപ്പം പക്ഷെ ഇളയമ്മയാണ് എൻ്റെ എല്ലാം. അപ്പൊ ഇളയമ്മ എന്നെ കൂട്ടാതെ ഒരു സ്ഥലത്തേക്ക് പോകുന്നെന്ന് പറയുമ്പോൾ ഇന്ന് ഇളയമ്മ. അപ്പൊ എനിക്കത് പ്രാക്ടിക്കലി ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ ഇളയമ്മ എന്തെങ്കിലും സോപ്പിട്ടിട്ടുണ്ടാവണം, എന്തെങ്കിലും മേടിച്ചു തരാന്നാണ്. ആ ഓർമ്മയില്ല. പക്ഷെ പോകുമ്പോൾ ഞാൻ അന്ന് രാവിലെ തൊട്ട് ഇതിൽ കുടുങ്ങിക്കിടക്കുക. ഇതെന്താണ്, ഇതെങ്ങനെ ഇത് വായിക്കുക, ലേററ സിറർ അത് ശരിയാവില്ലല്ലോ, അതിനൊരു അർത്ഥം തോന്നുന്നില്ല നമുക്ക് തന്നെ ശരിയാവുന്നു. എന്നാലും ഇതെന്താ സംഭവം? അപ്പൊ എന്നാലും ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ചിരിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു. പക്ഷെ എന്തോ എനിക്ക് മനസ്സിലായി ഇതാണ് ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലാവാനുള്ള പ്രായമൊന്നും ആയിട്ടുണ്ടാവില്ല, കാരണം എന്റെ ആദ്യത്തെ ഓർമ്മകളിൽ ഇതുണ്ടെന്ന് പറയുമ്പോ. അപ്പൊ ലെറ്റസ് അങ്ങനെ ഞാൻ പറഞ്ഞ. പിന്നെ സാക്ഷരതാ മിഷന്റെ ക്ലാസ്സിന് പോകുന്ന ആളെന്നുള്ള പഠിപ്പിക്കാൻ ടീച്ചറായിട്ട്. അപ്പം ഞാനുണ്ട് വേറെയൊക്കെ തൂങ്ങിയിട്ട്. അപ്പം ഓർമ്മകളിലെല്ലാം അങ്ങനത്തതാണ്. പിന്നെ അമ്മ പറയും സാധനങ്ങളൊക്കെ മേടിക്കാൻ പഞ്ചസാരൊക്കെ മേടിച്ച് കുറച്ചുകൂടി വലുതായിട്ടാകുമ്പോൾ ആ പേപ്പർ പോലും ഞാൻ വായിക്കാതെ കളയാൻ പറ്റില്ല എന്നുള്ള പോലെ ഇഷ്ടമായിരുന്നു. പിന്നെ അമർചിത്ര ഭയങ്കര ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു കാലമാണല്ലോ.
അതുമാത്രമല്ല വീട്ടിൽ മനോരമ ആഴ്ചപ്പതിപ്പ് അങ്ങനെ അതൊക്കെ മണിക്കും അങ്ങനെ എന്തൊക്കെ ഉണ്ടായിട്ടില്ലേ. അപ്പോൾ അതുപോലും അത് പക്ഷെ നമ്മൾ വായിക്കേണ്ട പ്രായമായിട്ടില്ലെന്ന് തോന്നുന്നു. എന്നാലും അതും വായിക്കാതെ പറ്റില്ല, എല്ലാം വായിക്കണം. ഇപ്പൊ ഏതൊരു പുസ്തകങ്ങളാണ് ഇഷ്ടം? സൈക്കോളജി ആണോ? അങ്ങനെയില്ല, ഞാൻ പിന്നെ നോൺ ഫിക്ഷൻ ആണ് ഇപ്പൊ കൂടുതൽ വായിക്കുന്നത്. കഥകള് ഇഷ്ടം തന്നെ, ഇടയ്ക്കൊന്ന് ബാലൻസ് ചെയ്യാൻ. അതായത് ഈ ബ്രെയിനിന് റെസ്റ്റ് വേണമെന്ന് പറയുമ്പോൾ അത് നമ്മളോട് പറയും ശ്രദ്ധിച്ചാൽ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും, അതൊരു സൈനാണ്. സ്ലീപ്പ് അത് വരെ ഓക്കെ, ഞാൻ കൂടുതൽ നിങ്ങളുടെ അടുത്ത് പറയും, നിങ്ങൾ അതിൻ്റെ ആളാണല്ലോ. അപ്പം അങ്ങനെ ഭയങ്കര റെസ്റ്റ് വേണമെന്ന് തോന്നുന്ന ഒരു സമയത്ത് ഞാൻ സാധാരണ കഥകൾ വായിക്കും. ഇപ്പം പിന്നെ ഓഡിയോ പുസ്തകങ്ങളും നല്ല പ്രചാരത്തിലുള്ളതുകൊണ്ട് നടക്കുമ്പോഴോ വർക്കൗട്ട് അങ്ങനെ സമയങ്ങളൊന്നും വെറുതെ കളയില്ലല്ലോ, ഒരു സമയം അങ്ങനെ വെറുതെ വിടില്ല. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യാലോ എന്നുള്ള തിരക്കിലായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് ആ ആക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഈ നമ്മൾ ചെയ്യുന്ന ആക്ഷനും ലെറ്റ്സ് സേ വർക്കൗട്ടാണെന്ന് വിചാരിക്കാം, അത് ചിലപ്പോൾ ടയറിങ് ആയിട്ട് തോന്നും അല്ലേ. അപ്പോൾ വീട്ടിൽ നിന്ന് അവിടത്തേക്ക് ഡ്രൈവ് ചെയ്തെത്തേണ്ട ദൂരം അല്ലെങ്കിൽ തിരിച്ചെത്തേണ്ട അവിടെ വർക്കൗട്ട് ട്രെഡ്മിൽ ഈ സമയം നമുക്ക്, ഞാനതിപ്പോൾ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നതേ ഉള്ളൂ. നേരത്തെ നമ്മൾ വായിച്ചു വെച്ച പുസ്തകം, ഓഡിയോ പുസ്തകം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലിഫ് ഹാങ്ങറുള്ള ഒരു പുസ്തകം ആയിരിക്കാം. ഇപ്പൊ ബാഹുബലി അല്ലെങ്കിൽ അമീഷ് അങ്ങനത്തെ ഒരു പുസ്തകമാണെങ്കിൽ നമുക്ക് ആ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് തിരക്കാവും, കാരണം അപ്പൊ ഇതും കേൾക്കാം. ആ സമയം നമുക്ക് വെറുതെ പോകുന്ന പോലെ തോന്നില്ല. നിങ്ങളിപ്പോ നടക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിന്നെ മടിയാവുണ്ടാവില്ല, കുറച്ചധികം നടക്കുക. ട്രെഡ്മില്ലാണെങ്കിൽ ചിലപ്പോൾ ആ മടിയായിരിക്കും റൺ ചെയ്യുമ്പോഴാണ്, കാരണം കാണുന്ന കാഴ്ചകളൊന്നും തന്നെയാണ്. ഇതാകുമ്പോൾ ഈ കാഴ്ചകളേ ഇല്ല, നിങ്ങൾ ഈ കഥയിലാണ്. അപ്പൊ നോൺ ഫിക്ഷൻ ഒരു സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ചിലപ്പോൾ കുറച്ച് ഡ്രൈ ആയിരിക്കുമല്ലോ, എപ്പോഴും വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. എന്റെ സബ്ജക്റ്റിന്റെ ഒന്നും ഓഡിയോ പുസ്തകം എന്തായാലും ഇല്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ അങ്ങനത്തെ പോലത്തെ പുസ്തകങ്ങൾ, അത് ടെക്നിക്കൽ ടേം ഭയങ്കരമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ അങ്ങനത്തെ പുസ്തകങ്ങൾ ഇവിടെ കൊണ്ടുപോയാൽ രണ്ടും ഡ്രൈ ആയിട്ട് തോന്നും. സോ അങ്ങനത്തെ സമയങ്ങളിൽ ഫിക്ഷനും ഒരു ക്ലിഫ് ഹാങ്ങറുള്ള പോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നും. തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ വായിച്ചിട്ടുണ്ടോ? പകുതി. ഞാനതൊരു പെട്ടെന്ന് എടുത്ത് പറഞ്ഞ ഇപ്പം ലിസ്റ്റിൽ ഞാൻ എന്റെ പോയിന്റ് മനസ്സിലായോ? അങ്ങനെ അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ഗുണുണ്ടെന്ന് തോന്നുന്നു. പിന്നെ സൈക്കോളജി, ആ ഒരു വിഷയത്തിൽ വരുവാണെങ്കിൽ സൈക്കോളജി എന്താണ് പഠിച്ചിട്ടുള്ളത്? അത് ഞാനിപ്പോ പഠിക്കുന്നുണ്ട്. ബിഹേവിയർ സൈക്കോളജി ആൻഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഇന്റർവ്യൂ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. നേരത്തെ തീരേണ്ടതായിരുന്നു, അതിന്റെ ഇടയിൽ കോവിഡ് വന്നുകൊണ്ട് അതിന്റെ ഫൈനൽ ഇയർ അത് ലണ്ടൻ മാഞ്ചസ്റ്റർ ആണെന്നാണ് പഠിച്ചോണ്ടിരിക്കുന്നത്. അത് ലാസ്റ്റ് കഴിഞ്ഞിട്ടില്ല. ബിഹേവിയറിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല, നന്നായി എല്ലാരും പെരുമാറി കിട്ടിയ സന്തോഷമായി. കാരണം ആൾക്കാരെ ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് കൊണ്ടുവന്ന് നിങ്ങൾ ശരിക്കും ഈ സജഷൻ സൈക്കോളജി ആണോ യൂസ് ചെയ്യുന്നത്? അതും ഉണ്ടെന്നേ ഉള്ളൂ. സൈക്കിക്സ് അങ്ങനെ പല ടെക്നിക്സ് ഉണ്ടല്ലോ. സൈക്കിക്സ് എന്ന് പറയുന്നത് തന്നെ ഫേക്ക് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അങ്ങനെ ഇല്ല. അതായത് അമേരിക്കൻ അങ്ങനെയൊക്കെ കുറച്ച് ഞാൻ കേട്ടു. അതുണ്ട്, അല്ല ആ ടേം ഉണ്ട്, അതിൻ്റെ കുറെ ആളും ഉണ്ട്, അതുകൊണ്ട് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ടാരോ റീഡിങ് അതുണ്ട്, ഉള്ളതാണ്, കാർഡും ഉണ്ട്, ആൾക്കാരുണ്ട്. പക്ഷെ അത് ശരിയല്ലാത്തൊരു സബ്ജക്റ്റാണ്. ഇല്ലാത്ത സബ്ജക്റ്റ് നമ്മൾ എവിടത്തേക്കാണ് ഈ പറഞ്ഞു വെക്കുന്നത്, എന്തൊക്കെയാണ് പറഞ്ഞപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് സൈക്കോളജി നിങ്ങളുടെ സബ്ജക്റ്റാണ്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് അതെന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നു എന്ന് ആൾക്കാർക്ക് തോന്നുന്നു എന്നുള്ളതാണ്. അത് വർക്ക് ചെയ്യുന്നു എന്ന് കൺവിൻസ് ചെയ്യാൻ ഇവർക്ക് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ പാരാസൈക്കോളജി എന്താ നിങ്ങൾ പഠിക്കുക? ഇല്ലാത്തൊരു സബ്ജക്ട് നിങ്ങൾ എന്താ പഠിക്കുക? അതില്ലാന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാമെന്നോ? അല്ല ഞങ്ങളിത് പാരാസൈക്കോളജി അതല്ലേ, ക്ഷമിക്കണം, ശരിക്കും ആ സബ്ജക്ട് ഇപ്പൊ ഗോസ്റ്റ് അങ്ങനത്തെ ഒരു സംഭവങ്ങളില്ല, നമുക്കത് 100% അറിയാം. ആൾക്കാർക്ക് എങ്ങനെ അങ്ങനെ തോന്നലുണ്ടാവുന്നു, അതാണ് നമ്മൾ പഠിക്കുന്നത്. അതേപോലെ തന്നെയുള്ളൂ. അപ്പൊ സൈക്കിക്സ് ഇല്ല. അപ്പൊ അവര് സൈക്കിക്സ് അവര് മറ്റുള്ളവരെ റിയലിസ്റ്റിക് ആയിട്ട് കൺവിൻസ് ചെയ്യാൻ വേണ്ടി അവരെന്തൊക്കെ ടേം ഉപയോഗിക്കുന്നു എന്നാണ് പഠിക്കുന്നത്. അതിലെ പല കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. നമ്മൾ അത് ക്ലെയിം ചെയ്യുന്നില്ല. എന്റർടൈനിങ് സജഷൻ ഡെഫിനറ്റ്ലി യെസ്. അത് നമ്മുടെ സബ്ജക്ട് എല്ലാ സബ്ജക്റ്റിലും ഇല്ലേ സജഷൻ? അത് എല്ലാത്തിലും ഉണ്ട്. നമ്മളതിൽ കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ, കാരണം ഇങ്ങനെ ഒരു സബ്ജക്റ്റ് അല്ലേ. പക്ഷെ അതിനേക്കാൾ ഉപയോഗിക്കുന്നത് ഇപ്പൊ മാജിക് പോലത്തെ അല്ലെങ്കിൽ ഹിപ്നോസിസ് അങ്ങനത്തെ സബ്ജക്റ്റുകളെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. അതൊക്കെയാണ് ഡൊമിനന്റ് ആയിട്ട് നിൽക്കുക. നമ്മൾ ഇത്തരം സബ്ജക്റ്റുകൾ സംസാരിച്ച്, അതായത് മിനോറിറ്റി കുറച്ച് കുറവാണെങ്കിലും വരുന്ന ബോഡി ലാംഗ്വേജ് സജഷൻ പോലത്തെ സബ്ജക്റ്റുകൾ ഇനീഷ്യൽ സമയത്ത് സംസാരിച്ച് തുടങ്ങിയതിനാണ് പലർക്കും ദേഷ്യം എന്നല്ല, ഒരു നീരസം. ഓരോരോ ഇതൊക്കെ നിങ്ങൾ എന്താണ് നമ്മള് ഒരു 30 ഡിഗ്രി, അതായത് സ്യൂഡോ പോലെ അല്ലേ ആണ്. പക്ഷെ നമ്മള്
ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല. മാജിക്കും ഹിപ്നോസിസും ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്, എല്ലാവർക്കും അറിയാം. ആക്ച്വലി വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഭയങ്കര ഷോ നടത്തുന്നതല്ലേ, അതെ അല്ല, നമ്മളും ഷോ നടത്തുന്നതിന് മോശമൊന്നുമല്ല, നമ്മുടെ നാട്ടിലും പണ്ടേ ഉള്ള ഒരു സംഭവമാണല്ലോ ഇത്. അപ്പം ഞാൻ പറയുന്നത് സജഷൻ ഉണ്ട്, അത് ഒരു പാർട്ട്, അത് എവിടെ എങ്ങനെയുള്ള. പിന്നെ ഈ ഓജോ ബോർഡും നിങ്ങളുമായിട്ടും റിലേറ്റഡ് ആണ്. കാരണം ഓജോ ബോർഡിന്റെ ഒരു മൂവ്മെന്റ് ഞാൻ എവിടെ വായിച്ചു, അവർക്കും നിങ്ങൾക്ക് ഓജോ ബോർഡ് ഞാനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ അതിനെതിരെ വളരെ വ്യക്തമായിട്ടും സ്ട്രിക്റ്റ് ആയിട്ടും സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കും. അത് നടക്കുന്ന കാര്യമല്ല ഓജോ ബോർഡ്. അല്ല അതിലും ആ ഒരു ആൾക്കാരെ അതിലേക്ക് കൊണ്ടുവന്ന ഒരു മൂവ്മെന്റ്, അതായത് മോട്ടോർ മൂവ്മെന്റും ഇഡിയോമോട്ടോർ റെസ്പോൺസ് ആൻഡ് ഇൻവോളണ്ടറി മസിൽ മൂവ്മെന്റ് എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളും വെച്ച് ഓജോ ബോർഡായി. ശരിക്കും ഓജോ ബോർഡിന്റെ കോൺസെപ്റ്റ് ആലോചിക്കുമ്പോൾ നമുക്ക് അതിൽ അത് താന്ത്രിക് വിധി പ്രകാരം അഥർവത്തിലാണ് അല്ലേ. അപ്പൊ താന്ത്രിക് വിധി അതുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതിന്റെ തന്നെ രീതി ഓജോ ബോർഡ് എന്ന് പറയുന്നതിന്റെ തന്നെ രീതി ഉണ്ടാവുമല്ലോ, അത് താന്ത്രിക് വിധി പ്രകാരം തയ്യാറാക്കുന്ന ഒരു തുകല. അത് അതിന് വരെ തന്നെ കണക്കുണ്ട്. അല്ലാതെ കോളേജ് കുട്ടികൾ നമ്മൾ ഈ ഹോസ്റ്റലിൽ പോയിട്ട് മറ്റേ പേപ്പറിൽ എസ്സോർണോ അപ്പൊ തന്നെ അതിന്റെ അർത്ഥം എന്താ, അങ്ങനെയും വർക്ക് ചെയ്യും, അത് മാത്രം മതി. ഇപ്പൊ ഇവിടെ ഒരു ചിത്രം വരെ, ഈ ചിത്രം നമ്മുടെ ഈ റൗണ്ടിനകത്ത് നമ്മൾ വെച്ച് മൂവി എന്ന് പറഞ്ഞാലും മൂവി ആകുന്നതേ ഉള്ളൂ. നമ്മുടെ അതും ഒരു സെറ്റിൽ സജഷൻ ആണ് അല്ലേ, സെൽഫ് സജഷൻ. ആ അപ്പൊ നിങ്ങളെ വിശ്വാസം നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത് തരുവാണ്. ഇപ്പൊ ഇത് കുഞ്ഞ് പ്ലസിബോ എന്ന് തുടങ്ങുന്ന ഒരു ഇമ്പാക്ട് വേറെ രീതിയിൽ ഇൻവോളണ്ടറി മസിൽ മൂവ്മെന്റ് ആൻഡ് ഇഡിയോമോട്ടോർ റെസ്പോൺസ്. അത് അതിനെപ്പറ്റി അറിയണമെന്നുള്ളവർക്ക് ഇത് ഒരു 20-25 മിനിറ്റുള്ള പറഞ്ഞ ഇപ്പൊ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഉണ്ട്. മലയാളത്തിൽ തന്നെ രാജമൂർത്തിയും ഷെറിൻ ജോർജ് അവര് സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിനെ പറ്റി. ജസ്റ്റ് ഒന്ന് യൂട്യൂബിലൊന്ന് നോക്കിക്കോളാം. അതും കണ്ടോ, ഇല്ലാത്തൊരു സംഭവം എങ്ങനെയാണ് നമ്മളെ വിഭ്രാന്തി നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് എന്നുള്ളതാണ്. മനുഷ്യനെ കുറിച്ച് പഠിക്കാന്നുള്ളൊരു ഭയങ്കര സംഭവമാണ്. പെൻഡുലം വർക്ക് മൂവ് ചെയ്യുന്നതും സെയിം. അത് വളരെ എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ അല്ലെ അറിയില്ല. ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ചെയ്ത് നോക്കിയിട്ട്. അതെയോ? അതും ഇത് തന്നെയാണ്, ഇഡിയോമോട്ടോർ റെസ്പോൺസ് ഇൻവോളണ്ടറി മസിൽ. നമ്മളൊരു പെൻഡുലം നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ പിടിച്ചിട്ട് സോ യു തിങ്ക് ഇസ് മൂവിങ് ടു വൺ ഡയറക്ഷൻ, ഇറ്റ് വിൽ. അത് ശരിക്കും വിചാരിക്കുക എന്നുള്ളതുണ്ട്. പക്ഷെ ഈ ഓജോ ബോർഡ് പോലത്തെ അല്ലെങ്കിൽ ഒരു ടേബിൾ ലിഫ്റ്റ് അതുപോലത്തെ സൈക്കിക് ഉപയോഗിക്കുന്ന ടെക്നിക്കിൽ ഈ മൂവ്മെന്റ് കുറച്ചുകൂടി എവിഡന്റ് ആണെങ്കിൽ ഇത് നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടെന്ന്. അത് അവിടെയാണ് ഞാൻ പറഞ്ഞ ഇൻവോളണ്ടറി മസിൽ മൂവ്മെന്റ്. നമ്മൾ വിചാരിക്കുന്നതേ ഉള്ളൂ ഇത് റൈറ്റ് സൈഡിലോട്ട് കറങ്ങും, ഇസ് ഇറ്റ് ഹാപ്പനിങ്. ഒരു വലിയൊരു സ്കെപ്റ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്നസെന്റ് മറ്റേ മിഥുനത്തിലില്ല, ഇങ്ങനെ നിൽക്കില്ല. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാടുത്ത് കൊടുത്താൽ അത് 2 കൊല്ലം കഴിഞ്ഞാലും അനങ്ങില്ല, കൈ താഴെ വെച്ചാലേ ഉള്ളൂ. ഇഫ് യു ബിലീവ് എ ലിറ്റിൽ ബിറ്റ് അല്ല നിങ്ങൾ പറയുകയാണെങ്കിൽ ഇത് നടക്കില്ല, ഇതൊന്നും നടക്കില്ല, എന്നാലും ആ ഒരു വാട്ട് ഇഫ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ, സാധ്യത ഉണ്ട്. അതൊരു സജഷനും കൂടിയാകുന്ന സമയത്ത് നോക്കൂ, നിങ്ങൾ കറങ്ങുന്ന അതിലെ ആധികാരികത, മുമ്പിലിരിക്കുന്ന ആളുടെ വിശ്വാസമൊക്കെ കുറച്ച് കൂടുതൽ അതിനെ എലിവേറ്റ് ചെയ്യും. അത് നിർബന്ധമില്ല. ഇത് കേൾക്കുന്നവർക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. വേറെ ഏലിയൻ ടോക്ക് ആവുന്നില്ലല്ലോ അല്ലേ? ഇല്ല, കുറച്ച് നോർമലി വരുന്ന ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് വ്യത്യസ്തത എന്നാണ് ഞാൻ വിചാരിച്ചത്. കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാവും. പിന്നെ രണ്ടാമത് ചോദിക്കാനുള്ളത്, ശരിക്കും നിങ്ങൾ വളരെ മൈന്യൂട്ടായിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ഓഡിയൻസിന് ബിഹേവിയർ അഥവാ അവരുടെ സ്മോൾ മൂവ്മെന്റ് വരെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? എന്നാലും നിങ്ങൾക്ക്, കാരണം നിങ്ങൾ ആ ഒരു രീതിയിലാണല്ലോ അവരെ മാനിപ്പുലേറ്റ് ചെയ്ത്. അതെ, മാനിപ്പുലേഷൻ ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. പക്ഷേ ഈ ശ്രദ്ധ പിന്നെ ഞാൻ ചെറുപ്പത്തിൽ ശീലിച്ചതാണ്. എനിക്ക് ഒബ്സർവേഷൻ കുറച്ച് വലിയ താല്പര്യമുള്ള സബ്ജക്റ്റാണ്. അത് എന്തൊക്കെയോ കാരണങ്ങളുകൊണ്ട് ചെറുപ്പത്തിൽ നമുക്ക് കുറച്ച് കൂടുതലായിരുന്നു തോന്നുന്നു. ഞാനത് ഒരു എപ്പിസോഡിൽ പറഞ്ഞ മെമ്മറിയുടെ ഓർമ്മ എന്തുകൊണ്ടാണ് ഉള്ളത് ചോദിക്കുമ്പോൾ ഞാൻ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ട് എനിക്ക് ന്യൂമോണിക്സിനെ പറ്റിയിട്ട് അറിയുന്നുണ്ടായില്ല. ഞാൻ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ടാവണം, ഒബ്സർവ് ചെയ്യുന്നുണ്ടാവണം. എക്സാക്ട്ലി, അതൊരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. അപ്പോൾ അത് പക്ഷെ നമ്മളോട് കുഞ്ഞുനാളിലെ എല്ലാവരും പറഞ്ഞത് അവന് അങ്ങനെയാണെന്ന് നമ്മൾ അതും നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കപ്പെടാനുള്ളൊരു ഇഷ്ടം. അതിൽ പറയുന്നത് നിങ്ങളൊരു ഇപ്പോൾ ഒരു പുസ്തകം വായിക്കണം എന്ന് വിചാരിച്ചോളൂ, നിങ്ങൾക്ക് അത് പറ്റുന്നേ ഇല്ല. കുറേ നമ്മൾ 6 വർഷമായിട്ടൊക്കെ വായിക്കണം എന്ന് വെച്ചിട്ടുള്ള പുസ്തകം ഇപ്പോഴും ഉണ്ടാവില്ലേ ഷെൽഫിൽ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പേജ് വായിക്കുക, അതൊരു ഹാബിറ്റായിട്ട് വിചാരിച്ചോളൂ, റീഡിങ് ഹാബിറ്റായിട്ട് എടുക്കുന്നു. ഒരു പേജ് വായിച്ചിട്ട് അപ്പോൾ ഒരു പേജും വേണ്ട, ഒരു പാരഗ്രാഫ് വായിക്കും. അപ്പോൾ നമുക്ക് ബ്രഷ് ചെയ്യുന്നതിൻ്റെ ഇടയിലോ കാപ്പി അടിക്കുന്നതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ നോട്ട്സ് ഇന്നത്തെ വായിച്ചിട്ടില്ല, ശ്രദ്ധിച്ചു ഒരു പാരഗ്രാഫ് ഓക്കെ കിട്ടി. അപ്പം നമുക്ക് ഈ ചെറിയ പിന്നെ ഔട്ട്കം പെട്ടെന്ന് കിട്ടാത്ത കാര്യങ്ങൾ നമുക്ക് ഭയങ്കര മടിയാണ്. അപ്പം ഇപ്പോൾ 2 മാസം കൊണ്ട് 3 മാസം കൊണ്ടൊക്കെ 6 പാക്ക് ആവുന്നതിന് ഒരു രസമുണ്ട്. ഈ 2 വർഷം എടുക്കുന്ന പറയുമ്പോൾ അതിലൊരു ത്രില്ലില്ല. പക്ഷെ നിങ്ങൾ അത്രയും എഫേർട്ട് ഇടാനേ റെഡി ഉള്ളെങ്കിൽ അതെങ്കിലും ചെയ്യുമെന്നാണ്. ഒരു 10 പുഷപ്പ് ചെയ്ത ദിവസം അല്ലെങ്കിൽ ഒരു ഞാൻ വേറൊരു പുസ്തകം പറയാം, ദ കോമ്പൗണ്ട് എഫക്ട്. അത് വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നിയ ഒരു പുസ്തകമാണ്. ഞാൻ മൾട്ടിപ്പിൾ ടൈം വായിക്കുന്ന ഒരു പുസ്തകം.
അതിൽ പറയുന്ന ഏകദേശം ഈ കൈസൻ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആശയമെന്ന് വിചാരിച്ചോളൂ. കോമ്പൗണ്ട് എഫക്റ്റ് പറയുന്നത് നിങ്ങൾ ഇന്ന് 10 ചെയ്യുന്നത് ഇത് കാലക്രമേണ ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാം കോമ്പൗണ്ടിങ് എഫക്റ്റ് പണം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ള പോലെ അത് ഡെവലപ്പ് ചെയ്ത് അടുത്ത് വരാൻ തുടങ്ങും. സോ ലെറ്റ്സ് എ ചെറിയ എഫേർട്ട് ഇടാൻ പറ്റുന്നുള്ളൂ ഒരു പാരഗ്രാഫ്. ഇപ്പോൾ നിങ്ങൾ പറയും ഇതിപ്പം കാൽക്കുലേറ്റ് ചെയ്ത് ഒരു വേർഡ് ഇത്ര വരി ഒരു പേജിൽ എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ചിലപ്പോൾ 260 ദിവസങ്ങളൊക്കെ എടുത്തിട്ടാണ് ആ പുസ്തകം അല്ലെങ്കിൽ പേജാണെങ്കിൽ അത്രയായിരിക്കും 260 ദിവസം ഓരോ പേജും വായിച്ചാലേ തീരുന്നു ആലോചിക്കാൻ രസമുണ്ട്. നിങ്ങൾക്ക് ചെറിയ എഫേർട്ട് എടുക്കാൻ പറ്റുള്ളൂ ആണെങ്കിൽ ദാറ്റ്സ് ഓക്കെ. നിങ്ങളൊരു 1/2 പേജ് വായിക്കൂ, അപ്പോൾ ചിലപ്പോൾ 500 അത്രയും ദിവസങ്ങൾ എടുത്തേക്കും. പക്ഷേ ഇവഞ്ച്വലി യു വിൽ ഗെറ്റ് ദർ. ആ സമയം കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം പുസ്തകം ഇത് തീർന്നല്ലോ. മാത്രമല്ല ഏതൊരു വർക്കൗട്ടൊക്കെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് എപ്പോഴും റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നടക്കുന്ന പറയും ഒന്നും വേണ്ട, നിങ്ങളൊരു 4-5 ദിവസം നടന്നു നോക്കും, വെറുതെ നടക്കും, ഒരു 20 മിനിറ്റോ 10 മിനിറ്റോ നടക്ക്. നിങ്ങളറിയാതെ തന്നെ നിങ്ങൾക്ക്, കാരണം അത് വേണമെന്നുള്ളൊരു ആശയം നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. നിങ്ങളൊരു സ്റ്റെപ്പ് എടുത്തും കഴിഞ്ഞു. ഈ സ്റ്റെപ്പ് എഫേർട്ട് കൂട്ടാൻ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഡൗണിൽ നിങ്ങൾക്ക് തുടങ്ങി വെക്കണം എന്നുണ്ടെങ്കിൽ വലിയ ചേഞ്ച്, അത് ഫലനം ഷിഫ്റ്റാണ്. ഇതല്ല, തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ആ 10 സ്റ്റെപ്പ് നിങ്ങൾ 100 സ്റ്റെപ്പിലേക്ക് 1000 സ്റ്റെപ്പിലേക്ക് പിന്നെ ഇവഞ്ചിൽ റണ്ണിങ്ങിലേക്കും വർക്കൗട്ടിലേക്ക് എത്തിക്കും. അത് എത്തിച്ചോളും. പുസ്തകത്തിൻ്റെ കാര്യം എങ്ങനെ, ഈ എപ്പോഴും ഈ ഒരു പാരഗ്രാഫ് പേജ് വായിക്കുന്ന ആയിരിക്കില്ല നിങ്ങളുടെ ഫീല്. നിങ്ങളെ ഹുക്ക് ചെയ്യാൻ പറ്റുന്ന പുസ്തകമാണെന്നെങ്കിൽ നിങ്ങളത് 4 പേജിലേക്ക് 20 പേജിലേക്ക് ഒരു ദിവസത്തെ ഒരു പുസ്തകം ഒറ്റ ദിവസം ഇരുന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെത്തും. സോ ഹാബിറ്റ് ഫോർമേഷന് എപ്പോഴും നമ്മൾ വലിയ എഫേർട്ട് ഉണ്ട് അന്ന് നല്ല സിഗ്നിഫിക്കൻറ്റ് റിസൾട്ട് കിട്ടുന്ന ആലോചിച്ച് നോക്കിയാൽ പലപ്പോഴും മറ്റത് മോട്ടിവേറ്റ് ചെയ്യാൻ നല്ലതാണ്. പക്ഷേ എഫേർട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങളിപ്പോൾ എടുത്തു തുടങ്ങുന്നതാണ് നല്ലത്. നമ്മളൊരു മരം വെച്ച് തുടങ്ങും. മരം വെക്കാനുള്ള ഏറ്റവും നല്ല സമയം ഒരു 20 വർഷം മുമ്പേ എന്ന് പറയും. ഒരു മരം നടാനുള്ള ഇപ്പം വലിയതായിട്ടുണ്ടാവുന്നു അല്ലേ, കായ്കളൊക്കെ വന്നിട്ട്. സെക്കൻഡ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇന്നാണ്. ഇന്നത് ചെയ്തിട്ടെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ടുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് പാലിക്കുക 5 വർഷം മുമ്പേ ഞാനത് തുടങ്ങിയിരുന്നെങ്കിൽ, സേവ് ചെയ്യാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഒരു ചെടിയെങ്കിലും ആവില്ലായിരുന്നു എന്നൊക്കെ തോന്നുന്ന പോലെ. അല്ലെങ്കിൽ ഒരു മാസം ഒരു പുസ്തകം വെച്ച് വായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ 5 വർഷം കൊണ്ട് എന്തോരം അക്ഷരങ്ങൾ മനസ്സിൽ. എത്ര പുസ്തകം വായിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല, ഞാൻ എണ്ണലില്ല. അത് എണ്ണുന്നത് തന്നെ ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ്. കാരണം പിന്നെ പല പുസ്തകങ്ങളും ഇപ്പം നമ്മൾ ചെറുപ്പത്തിലെല്ലാം വായിച്ചതായിക്കോട്ടെ, നമ്മൾ ഈ തീർക്കാൻ വേണ്ടി ഒരു പുസ്തകം വായിച്ചിട്ട് കാര്യമില്ല, റീവിസിറ്റ് ചെയ്യാൻ പറ്റണം. ഒരു പുസ്തകം ഒന്നിൽ കൂടുതൽ വായിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അത് ആദ്യം നിങ്ങൾ വായിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഗുണമില്ല എന്ന് പറയും. ഒന്നിൽ കൂടുതൽ വായിക്കാനുള്ള അതിൽ ഉണ്ടാവണം. ഓരോ പ്രാവശ്യം നമ്മൾ മിസ് ചെയ്ത് കുറേ ഡീറ്റെയിൽസ് കിട്ടും. സിനിമകളിലും പോലും അങ്ങനെയല്ലേ. അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് കേട്ട തമാശക്കൻ്റെ ചിരിച്ചാണ് നമുക്ക് അതിൽ മുഴുകിപ്പോകാനും അതിൽ നിന്ന് ആശയങ്ങൾ എടുക്കാനും പലതും നമ്മൾ മറന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഓർമ്മിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ ശീലമല്ല. സോ നിങ്ങൾ ഏറ്റവും ഞാൻ ഇപ്പം ചെയ്തിരുന്ന ഒരു കാര്യം, കഴിഞ്ഞ ഒരു 4 മാസമായിട്ട് ഞാൻ ചെയ്തത് ഐ വാസ് കൈൻഡ് ഓഫ് ടേക്കിംഗ് എ ബ്രേക്ക്. ഞാൻ ട്രാവൽ ചെയ്തു ഒരുപാട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു കുറേ പുസ്തകം ഞാൻ ഈ സമയം കൊണ്ട് ഒന്നുകൂടെ റീവിസിറ്റ് ചെയ്ത് വായിച്ചു. ആലോചിക്ക്, നിങ്ങൾ കാണുന്ന 100,000 സിനിമകളിൽ 100,000 അല്ല സിനിമകളിൽ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു 20 സിനിമ എടുത്തോളൂ. ആ 20 എന്ന് പറയുന്നത് നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ എല്ലാം എക്സിസ്റ്റൻസ് ബന്ധങ്ങളും നിങ്ങൾ ലോകത്തിനെ കാണുന്ന കാഴ്ചപ്പാട് എല്ലാം കൂട്ടിയിട്ട് ബാക്കിയുള്ള എത്രയോ മൂവികളാണ്. അതിൽ ഏറ്റവും ഫേമസ് മൂവികളുണ്ടാവും, ചിലപ്പം ബാഹുബലി പോലത്തെ മൂവികൾ ഉണ്ടാവണമെന്ന് പോലും ഇല്ല, വട്ടവർ. അതിനൊക്കെ ബീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ലിസ്റ്റ് നിങ്ങളുടെ മനസ്സിലുള്ളത്. അത് ഒരുമിച്ച് നിങ്ങൾക്ക് ഒരു പീരീഡിൽ നിങ്ങൾക്ക് റീവിസിറ്റ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ അത് തരുന്ന ആനന്ദം വേറെ, അത് ഓൾറെഡി കണ്ടതല്ല ഇനി വേറെ കാണാന്ന് പറയുന്ന പോലെ അല്ല. സോ ബ്രില്യൻ്റ്, ഭയങ്കര അതിൽ ആ എക്സ്ട്രസ് നിങ്ങൾ അനുഭവിച്ചിട്ടാണ്. അതുപോലെ തന്നെയാണ് പുസ്തകങ്ങൾ. നമ്മൾ പുതിയ തന്നെ തേടിപ്പോകുന്നത് എന്തിനാണ്? ഓൾറെഡി നമുക്കിതൊക്കെ ഈ വായിച്ചതിൻ്റെ ഒക്കെ നിങ്ങളുടെ ക്യാരക്ടറിൽ ഉണ്ടാവും. എവിടെയെങ്കിലും ഒരു പോയിന്റെങ്കിലും മറക്കാതെ എവിടെയൊക്കെ ഉണ്ടാവും. ചില കോട്ട് നമ്മൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ക്യാരക്ടർ ഏത് പുസ്തകത്തിലേ നമുക്ക് ചിലപ്പോൾ ഓർക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത് നമ്മൾ വായിച്ച നമ്മുടെ ഉള്ളിലുണ്ട്. വാട്ട് ഈഫ് നമുക്കതൊക്കെ റിവൈൻഡ് ചെയ്ത് ഒന്നും കൂടെ വായിച്ചു പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ത്രില്ല്. ഈ സമീപനത്തിനെ പറ്റിയിട്ട് അധികാരം സംസാരിച്ച് കേട്ടിട്ടില്ല, പക്ഷേ ഇത് ഭയങ്കരമായിട്ട് വർക്കാവും. ഏതിലും ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഹാബിറ്റ് ഫോർമേഷനെ പറ്റിയിട്ടാണ് സംസാരിച്ചതെങ്കിലും വലിയ കാര്യങ്ങൾ പറയുന്നില്ല. കാരണം അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ആ 2 പുസ്തകം അറ്റോമിക് ഹാബിറ്റ്സും കോമ്പൗണ്ട് എഫക്റ്റും ഭയങ്കരമായിട്ട് അത് രണ്ടും ക്ലബ് ചെയ്താൽ ഒരു നല്ലൊരു കേസ് എന്ന് പറഞ്ഞ പേരിൽ തന്നെ ഒരു പുസ്തകം ഉണ്ട്. പറ്റുകയാണെങ്കിൽ ഒന്ന് നോക്കാൻ സജസ്റ്റ് ചെയ്തോളൂ നിങ്ങളുടെ ആളുകളോട്. എന്താണ് മെന്റലിസത്തിന്റെ താങ്കളുടെ ഒരു ഫ്യൂച്ചർ? ഇത് തന്നെ ഇതിനിങ്ങനെ മാക്സിമത്തിലെത്തുക ഏതാണ്? ആരാണ് റോൾ മോഡൽ? കുറെ അലക്സാണ്ടർ അങ്ങനെ കുറെ പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. കുറെ അത് മെന്റലിസ്റ്റിന്റെ ഫസ്റ്റ് ലിസ്റ്റിൽ അലക്സാണ്ടർ ഒന്നുമല്ല, അങ്ങനെ ഉണ്ടോ? ഉണ്ട്, കുറെ ആൾക്കാരുടെ പേര്. അനിമേന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത്. അലക്സാണ്ടർ ആ പോട്ടെ സാർ, ആരെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് തെറ്റിദ്ധരിക്കും.
ഇപ്പം നമുക്ക് ഡെന്നിങ്കർ ഉണ്ട്, അവരിന്നൊക്കെയാണ് നമ്മൾ തുടങ്ങിയത്. ഐ മീൻ അവരൊക്കെ പക്ഷേ ഈ പലപ്പോഴും ടെല്ലർ അത് പെൻചെല്ലെന്ന് രണ്ടാളാണ്. അവർ മെന്റലിസം അല്ല, അവർക്ക് അതറിയാവുന്നു, പക്ഷെ അവർ ചെയ്തത് ഇല്യൂഷൻ. അവരിപ്പോഴും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മജീഷ്യൻസിന്റെ പട്ടികയിലുള്ളവരാണ്, മോസ്റ്റ് സീനിയർ ആൾക്കാർ. അവർ ലാസ് വെഗാസിൽ ഷോ ചെയ്യുന്നുണ്ട്, നമുക്ക് അവരറിയാം, നേരിട്ട് അറിയാം, ഷോ ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അവരല്ല മെന്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഡെന്നിങ്കർ പോലെ ഒരു എന്നെ ഏറ്റവും ഇംപ്രസ് ചെയ്ത അവരൊക്കെയാണ്. പക്ഷെ പലരും ഇങ്ങനെ ഈ ക്ലാസിക് ആൾക്കാരുടെ പേര് പറയില്ലു. ഈ ക്ലാസിക്സിന് ഒരു പ്രശ്നമുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ക്ലാസിക് പുസ്തകങ്ങളെ പറ്റി പറയും, എല്ലാവരും പ്രേസ് ചെയ്യും, എന്നാലും വായിക്കാത്തതായിട്ടുള്ള പുസ്തകങ്ങളെന്ന് പറയും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒക്കെ വർക്കുന്ന ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. പക്ഷെ കാലമൊക്കെ ഒരുപാട് മാറി, ഇപ്പം നമുക്ക് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് ടെക്നോളജിയുടെ സഹായങ്ങൾ. അപ്പം നമുക്കെല്ലാം ഇപ്പം ഡെറൻ ബ്രൗൺ പോലെ അവരൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ഉള്ളത്. അല്ല, ഇനി ഇതിന്റെ ഒരു ഫ്ലോ എങ്ങോട്ടാണ് അതിന്റെ സബ്ജക്റ്റിന്റെ ഫ്ലോ എവിടെ പോകുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. കാരണം വല്ലാത്ത രീതിയിൽ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം 2 വർഷം മുമ്പേ ഷോ കണ്ട പോലെയല്ല ആൾക്കാർ ചിലപ്പോൾ കാണുന്നുണ്ടാവുക. എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഞാനൊരു കുറച്ച് ഷോസൊക്കെ ചെയ്യണമെന്നുണ്ട്, മനസ്സിലൊരു കുറച്ച് ആശയങ്ങളുണ്ട്. ആയിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ നിർത്തുമായിരിക്കും. മെന്റലിസ്റ്റ് ആദ്യമാണല്ലോ. അതെ, അതെനിക്ക് അങ്ങനെ എന്താ പറയാ, ആ സമയത്ത് അതായിരുന്നു ശരിയെന്ന് തോന്നി എനിക്ക്. അതൊരു പക്ഷെ മെന്റലിസ്റ്റ് എന്നുള്ളത് മാറ്റി വെച്ചിട്ട് ഒരു ആദീന കുറച്ചാൾ അറിയുന്നുണ്ടെങ്കിൽ സന്തോഷം. അല്ല അത് അയ്യോ, ഞാൻ അങ്ങനെ അതൊരു ഫിലോസഫിക്കൽ ലൈനിൽ പറഞ്ഞായിരിക്കും. എത്ര കാലം സ്റ്റേജിൽ അങ്ങനെ നിന്നിട്ട് ഷോ ചെയ്യുന്നോ അതൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റാത്ത പോലെ. ഇടയ്ക്ക് എനിക്കൊരു കഴിഞ്ഞ ജൂണിൽ ഞാൻ അങ്ങനെ പറയാം, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടം, കഴിഞ്ഞ ജൂണിൽ അമ്മക്ക് പെട്ടെന്ന് ഒരു ക്രിട്ടിക്കലി അസുഖമായി, മെന്റൽ ലങ്സ് ഫങ്ഷൻ ചെയ്യാണ്ടായി, 1 മാസത്തോളം അഡ്മിറ്റഡ് ആയിരുന്നു. അപ്പം നമ്മളൊക്കെ ഹോപ്പൊക്കെ ഇല്ലാണ്ട് പോലെയാണ് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ ആ ഒരു സമയത്ത് നമ്മളെന്തൊക്കെയോ ആലോചിക്കും. 1 മാസത്തെ നമ്മളവിടെ ഉണ്ട് ഹോസ്പിറ്റലിൽ. അപ്പം ആ ഇനീഷ്യൽ തിങ്കിങ്ങും സെക്കൻഡ് ലെയർ തോട്ട്സും തേർഡ് എല്ലാം കഴിഞ്ഞു. ഞാൻ അപ്പോഴും ഇതിനെപ്പറ്റി ആലോചിച്ചൊന്നും അങ്ങനെ ആലോചിച്ചാൽ ഇത് ക്രൂവല, അങ്ങനെയല്ല. അപ്പോൾ ആ ഒരു മൊമെന്റിൽ ഞാൻ ഉറപ്പിച്ചിരുന്നതിന് എനിക്കൊരിക്കലും സ്റ്റേജിലേക്ക് നടന്നു കയറാൻ പറ്റില്ലായിരിക്കും. അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് പക്ഷെ ഭയങ്കര സാഹസികമായിട്ട് അമ്മ തിരിച്ചു വന്നു. അല്ലല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. അതൊരു ഒരു പേരും കൂടെ അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഞാൻ എന്ത് എന്റർടൈൻ ചെയ്യാനാന്നുള്ള പോലെ ഒക്കെ ആലോചിച്ചു. ഇനി അതിന്റെ മണ്ടത്തരും അതിന്റെ ഇതൊന്നും എനിക്കറിയണ്ട. ഞാൻ അതിനെ പറ്റി ആലോചിക്കാത്ത സിദ്ധാന്തങ്ങളും ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് മൂഡ് സ്വിംഗ് വന്നിട്ട് പോകുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കമ്മിറ്റ് ചെയ്ത ഷോസ് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഒരു പീരീഡ് ഞാൻ ചിലപ്പോൾ കാണില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു നല്ല ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഐ എം റിയലി ലവിങ് ദ ലൈഫ് ആൻഡ് സറൗണ്ടിങ്സ് ആൻഡ് എവറിത്തിങ്. പക്ഷെ എനിക്ക് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല എന്നുള്ള ഒരു പ്രശ്നം കൂടി നമ്മുടെ സെൽഫിന്റെ ഇഷ്യൂസ്, അതായത് അമ്മ പോലത്തെ നമ്മുടെ വളരെ ക്ലോസ്, അത് ഇഷ്യൂസ് അല്ലല്ലോ, അത് ഏറ്റവും വലിയ ആനന്ദം. അല്ല ഞാൻ ഉദ്ദേശിച്ചത്, നീ കട്ടയാണേ. ഇല്ല, കട്ടിയില്ല, ഇല്ല, അങ്ങനെ തന്നെ പറഞ്ഞോളൂ. അത് അവരങ്ങനെ കട്ടെ. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ കാണുന്ന ഒരു ആദ്യം ഉണ്ടല്ലോ, അഥവാ ജനങ്ങൾ അറിയുന്ന ഒരു ആദ്യം, മെന്റലിസ്റ്റ് ആദ്യം അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കർ, ഇൻഫ്ലുവൻസർ, അതിനപ്പുറം ഒരു ആദ്യമില്ലേ, ഉള്ളിൻ്റെ ഉള്ളിലൊരു ആദ്യം. ആ ആദ്യയില് അമ്മ അല്ലെങ്കിൽ സഹോദരങ്ങൾ, അതിൻ്റെ ഒരു ഭയങ്കര ഒരു ക്ലോസ് ചങ്ങല വെച്ചിട്ടാണോ താങ്കളെ ഇങ്ങനെ അനലൈസ് ചെയ്ത് കൊണ്ടുവരുന്നത്? അല്ല, അങ്ങനെയല്ല. ഞാൻ നിങ്ങൾ ഹാപ്പിനെസ് ലൈബ്രറിയിൽ കാണുന്നില്ലേ, അതെനിക്ക് തോന്നുന്നു നിങ്ങൾ ആ പറഞ്ഞ അതിൻ്റെ ഒരു നല്ല എക്സ്റ്റൻഷൻ അതായിരിക്കും. അതിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെയല്ലോ എനിക്ക് ശരിയാണ്. എനിക്ക് എൻ്റെ സെൻസിറ്റീവ്നെസ് എന്നെ ഗ്രൗണ്ടിൽ പിടിച്ചെടുത്തുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. നമ്മൾ ഏത് ലെവൽ അഹങ്കാരം ചിന്തിക്കുമ്പോഴും തിരിച്ച് താഴെ വരണം എന്ന് പറയുന്ന അല്ലേ, ആരാ പറഞ്ഞ എവറസ്റ്റ് കീഴടക്കിയാലും ട്രോഫി മേടിക്കാൻ താഴെ തന്നെ വരണം എന്ന് പറയും. നമുക്ക് അത് അങ്ങനത്തെ ചിന്തകൾ നമ്മൾ വല്ലാണ്ട് ഗ്രൗണ്ട് ചെയ്ത് നിർത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഭയങ്കര ഒരു നൊട്ടോറിയസ്ലി ഇവിളായിട്ടുള്ള അങ്ങനെ വല്ല ഗ്യാങ്സ്റ്റർ ഒക്കെ ആയി പോകുമായിരുന്നു എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ലൈഫിനെ കുറിച്ച് പറയാനുള്ളത്, ലൈഫ് എന്താന്നോ? ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു വിസിറ്റാന്ന് തോന്നുന്നു, അല്ലേ? അല്ലാതെ ആലോചിക്കാൻ തരില്ല. എന്ത് ചെയ്താലും അല്ലേ ഒരു വന്നു പോകുക. അതന്നെ, വന്നു പോകുന്ന നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് വന്നൊന്നുമല്ലല്ലോ. അത് അല്ലേ, അത് സംഭവിച്ചതാണ്. എന്തായാലും ഇവിടെ ഉണ്ട്.
അപ്പൊ അത് ഏറ്റവും മനോഹരമായി സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളത് അതില് ഇപ്പൊ ഓക്കെ വേറെ തത്വചിന്ത പറയണ അതിൽ സങ്കടവും ഇതെല്ലാം വേർപ്പും ബ്ലഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഉണ്ടായിരിക്കും. പക്ഷെ 10 ദിവസമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരഞ്ഞു തീർക്കുകയല്ല, ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെയായിരിക്കും നിങ്ങളത് ഹാൻഡിൽ ചെയ്യുക? 10 തൊട്ട് ഒരു 100 ദിവസം ബാക്കിയുണ്ടോ എന്നാല് എനിക്കറിയാൻ പറ്റണില്ല ഇപ്പൊ. അങ്ങനെ ആലോചിച്ച് നോക്കൂ. ഞാൻ എന്റെ ഒരു ഇത് പറഞ്ഞുതരാം. ശരി, നിങ്ങൾ പറയണ ഒരു 10 വർഷമുണ്ട്, 10 വർഷമുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് അത് ജീവിച്ചു തീർക്കാൻ ഉദ്ദേശിക്കുന്നത്? മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ളവർക്ക് ചെയ്തിട്ട് പോകണം എന്ന് വിചാരിക്കും. എന്തോന്നു നിങ്ങൾക്ക് വേണ്ടേ? എനിക്ക് വേണം, എന്നാലും എന്നെ ആൾക്കാര് കുറച്ച് നിങ്ങൾക്കുള്ള പരിമിതികളില്ലെങ്കിൽ ഇപ്പൊ സാമ്പത്തികമായിട്ടൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് വേണം ഈ 10 വർഷം എൻജോയ് ചെയ്യാന്ന് പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് എല്ലാം ഉള്ളൊരു സാഹചര്യത്തിലാണെങ്കിൽ കുറെ കൂടി എൻജോയ് ചെയ്യാനായിരിക്കും തീരുമാനിക്കുന്നുണ്ടാവുക. കൊടുക്കാനും ചുറ്റുള്ളവർക്ക് കൊടുക്കാൻ. ഈ മറ്റുള്ളവരെന്ന് പറയുന്നതിൽ നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുമായിരിക്കും, കുറച്ചുകൂടി 10 വർഷമല്ലേ ഉള്ളൂ. ആ 10 വർഷം ആലോചിച്ചിട്ട് ഇന്നേ നിങ്ങൾ പട്ടിണി എടുക്കും, അങ്ങനെ പറ്റില്ല. ഇനി ആ 10 വർഷം എന്നുള്ള സമയം ചുരുക്കി കൊണ്ടുവരും. നമുക്ക് ഇൻഫിനിറ്റ് എന്നുള്ളൊരു തോന്നൽ എവിടെ ഉള്ളതുകൊണ്ട് നമുക്കറിയാം ഒരു ലിമിറ്റ് എത്ര ഉണ്ടാവും എന്നുള്ള. അങ്ങനെ നെഗറ്റീവ് ആക്കാനേ അല്ല പറയുന്നത്. 65 വയസ്സ് വരെയോ 80 വയസ്സ് വരെയോ 100 വയസ്സ് വരെ ജീവിക്കുന്നുള്ള തിരിച്ചറിവിൽ നമ്മളിങ്ങനെ കളയുന്ന ഈ സമയമുണ്ടല്ലോ, അതിനൊന്നും അങ്ങനെ വെറുതെ കളയാൻ വേണ്ടി പാടില്ല. അതൊരു കുട്ടി വലുതാകുന്ന സമയത്ത് നമ്മൾ അവരോട് സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുന്ന പോലെയാണ്. പെട്ടെന്ന് അത് വലുതായി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചറിയണം, അയ്യോ പിന്നെ ഒരിക്കലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രത്തിലേക്ക് തിരിച്ചു പോയിട്ട് പാസ്റ്റിലേക്ക് പോയിട്ട് നമുക്ക് അവരെ നേച്ചർ ചെയ്യാൻ വേണ്ടി പറ്റില്ല, റിഗ്രറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. സോ ഈ കളയുന്ന ഓരോ സമയത്തിനും ആ പ്രാധാന്യം കൊടുത്തു നോക്കണം. സോ ഞാൻ പറഞ്ഞു 10 വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾ ആ ഓരോ ചോദ്യത്തിലും നിങ്ങൾ റിലീവ് ആകുന്നത് അവരും കാണുന്നുണ്ട്. സോ ബാക്കിലോട്ട് കൊണ്ടുവരൂ. 10 വർഷം അല്ലെങ്കിലോ ഇത് നെഗറ്റീവായിട്ട് ചിന്തിക്കാനല്ല, 1 വർഷമേ ഉള്ളൂ നിങ്ങൾ നേരത്തെ അറിയാം ഇൻഫിനിറ്റ് ആയിട്ട്. 100 ദിവസം 10 ദിവസം ഇങ്ങനെ പറയുന്ന സമയം ആകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കുറേ കൂടുതലാണെന്ന് നമുക്ക് തോന്നാൻ തുടങ്ങും. കാരണം അത്രയും കാര്യങ്ങൾ 10 വർഷം ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെയല്ല ഒരു 100 ദിവസം എന്ന് പറയുമ്പോൾ 10 ദിവസം എന്ന് പറയുമ്പോൾ. സോ വാട്ട് ഇഫ് അതൊരു 10 ദിവസമേ ഉള്ളൂ എന്നാണെങ്കിൽ പറ്റുന്നൊക്കെ ചെയ്യണ്ടേ? എന്നാൽ പിന്നെ ഇപ്പം തന്നെ ചെയ്തു തുടങ്ങിക്കൂടെ? എന്തിനാണ് ഈ വെറുതെ കളഞ്ഞിട്ട് ഇങ്ങനെ? അത് ഉത്തരവാദിത്തത്തോടെ നിങ്ങൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് കൂടുതൽ പൈസ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടേ അല്ല ഞാൻ പറയുന്നത്. സന്തോഷിക്കാൻ സമയം കണ്ടുപിടിക്കുന്നതിനെ പറ്റിയിട്ടാണ്, സന്തോഷിപ്പിക്കാനും. നിങ്ങൾ സന്തോഷിക്കുമ്പോൾ പ്രകാശിക്കുന്ന കുറച്ച് ചുറ്റുപാട് ചുറ്റുപാടില്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി എന്തോ മോശമായിട്ട് ചെയ്യുന്നുണ്ട്. അതൊന്ന് വൈഡ് കുറച്ച്, അത് 4 ആയാലും 40 ആയാലും 400 ആയാലും. നമ്മുടെ തിയറി ഇല്ലേ, ചാനലില്ലേ, എന്താണ് സം പീപ്പിൾ ബ്രിങ് ഹാപ്പിനെസ് വെറെവർ ദേ ഗോ, സം പീപ്പിൾ ബ്രിങ് ഹാപ്പിനെസ് വെനെവർ ദേ ഗോ. കയറി നിങ്ങൾ ഒരു റൂമിലേക്ക് കയറി വരുമ്പോഴാണ് ഇറങ്ങിപ്പോകുമ്പോഴാണ് മറ്റുള്ളവർ സന്തോഷിക്കുന്നത് നോക്കണം. അതിനുള്ള മാറ്റം ഇതൊക്കെ ഞാൻ പറഞ്ഞ സെലിബ്രേഷനിലുള്ളതാണ്. അല്ലാതെ ഷാമ്പെയിൻ പൊട്ടിച്ച് മറ്റേ ആ സെലിബ്രേഷൻ നിർബന്ധം പറഞ്ഞല്ല. ഇന്നർ ഹാപ്പിനെസ് അത് ഇതൊക്കെ പറയാനേ ഉള്ളൂ. എന്തപ്പോ ഇന്നർ ഹാപ്പിനെസ്? ഇപ്പൊ എന്താണ് ഹാപ്പിനെസ്? അത് ഇന്നർ എന്ന് ഉണ്ടോ? അത് പുറത്തും അതൊക്കെ ഉണ്ടാവും ഹാപ്പിനെസ്സിന്. അല്ലേ ഇപ്പൊ ഇതാ നമ്മളെ ശത്രു അവന് പണി കിട്ടി, അയ്യോ നാക്കുമ്പോ ഉള്ളില് നാക്കുന്നതാണ് ഇന്നർ ഹാപ്പിനെസ്. അല്ല ഞാൻ ചോദിച്ചത് ഔട്ടർ ഇന്നർ എന്ന് പറയണോന്ന് തന്നെ എനിക്കറിയില്ല. ഞാൻ ഹാപ്പിനെസ് മാത്രമെന്നല്ല, ഇപ്പൊ നമ്മള് കുറെ നാളിന് ശേഷം നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ഇങ്ങനെ കാണാം, അല്ലെങ്കിൽ ഒരു സന്തോഷം ഒരാളെടുത്ത് നമ്മൾ കരഞ്ഞു പോലും ചിലപ്പോൾ കണ്ണെറിഞ്ഞിട്ട്. സച്ചിൻ സെഞ്ചുറി അടിക്കുമ്പോൾ കരയുന്നത് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നതായിട്ടോ അങ്ങനെ അല്ലെ പോട്ടെ, കരയുന്നത് ഇമോഷണലായിട്ട് നമ്മൾ ചിലപ്പോൾ കരയും, അത് സന്തോഷത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട്. അതുകൊണ്ട് ഹാപ്പിനെസ് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലുമാണ് ഞാൻ പറയുന്നത്. അതൊരു വാക്ക് ഉപയോഗിച്ചേ ഉള്ളൂ, ചിലപ്പോൾ അതല്ലേ ആയിരിക്കും വാക്ക്. അതാണ് ലൈഫ് ഈസിയർ ടു സെലിബ്രേറ്റ് എന്ന് പറയാം. അത് ഇന്റലക്ച്വൽ പാർട്ട് ഉണ്ടെന്നാണ് പറയുക സൈക്കോളജിയിൽ ഹാപ്പിനെസ്സിന്. അതെ, ഇന്റലക്ച്വൽ പാർട്ട് ഇന്റലക്ച്വൽ അല്ലാത്ത ഒരു എന്താ പറയാ ഉണ്ട്. പക്ഷെ ചിലവർ ഇൻസ്റ്റയിൽ കണ്ടിട്ടില്ലേ, ഹാപ്പിനെസ് ഈസ് ഇങ്ങനെ ചെയ്യുന്നത് തേങ്ങയാണ്, അതുമാണ് അങ്ങനെ പറയാൻ പാടുള്ളൂ അല്ലേ? അതും ഹാപ്പിനെസ് ആണ്. അത് ഓൾസോ എന്നുള്ള വാക്കൊന്നും അവർ ഉപയോഗിക്കില്ല. നമ്മൾക്ക് ഒന്നും അറിയാതെ ഒരു കുഞ്ഞു കുട്ടി ഒരു മാങ്ങ, അവർക്ക് അത് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. ആനിമൽസ് അല്ലേ ഭയങ്കര ഇന്റലക്ച്വലി അങ്ങനെ ഫോം അത് അവർ ചിരിക്കുന്നത് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. ഹാപ്പിനെസ് ഈസ് ഹാപ്പിനെസ്, അത് ഇതിന്റെ പാർട്ടാണ്. കുഞ്ഞു കുട്ടികൾ അവർക്ക് ഇത് അമ്മേനെ സന്തോഷിപ്പിക്കുന്നതെന്ന് അറിയുന്നതിന് മുമ്പേ തന്നെ അവർ ചിരിച്ചു തുടങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. അവരെന്ത് ഫിലോസഫി ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്? അവർ ഇന്റലക്ച്വലി ഫോം അല്ലെ, അതിന് മുമ്പേ അവരത് ഇറ്റ്സ് ഓൾറെഡി ഇതായിരുന്നേ. നിങ്ങൾ പിന്നെ നമ്മളൊരു ശരീരത്തിന്റെ ആണായാലും പെണ്ണായാലും ശരീരത്തിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള കർവ് ഇവിടെ ഉണ്ടാകുന്നതെന്ന് പറയും. അതെ, മുകളിലോട്ടോ താഴോട്ടോ എന്നുള്ളത് കുറേ ഡിഫൈൻ ചെയ്തിരിക്കും. അപ്പം ആ സെലിബ്രേഷൻ്റെ അല്ല, ഞാനത് ചെയ്തത് ടെഡിലല്ലോ. ടെഡില് പറഞ്ഞിരുന്നു, പക്ഷെ നമ്മുടെ ഹാപ്പിനെസ് പില്ലിന്റെ ചിരി എന്ന് പറഞ്ഞ എപ്പിസോഡില്ലേ, സ്മൈൽ 2ാമത്തെ, അതിന്റെ അവസാനാണത് ഇങ്ങനെ